ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അസ്രാസ് കിച്ചൺ. എന്ത് പറയുന്നു, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡിലൻ യമ്മി ഡെലീഷ്യസ് റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് പിത്തർ മാത്രം പറയാനുള്ളത് എന്നുള്ളത്. സത്യമാണ്, കിഡുമാണ്, യമ്മി ഡെലീഷ്യസ് റെസിപ്പിയാണ്. അത് മാത്രമല്ല, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഹെൽത്ത് വൈസും ഒരു കിഡിലൻ ഹെൽത്തി ഡിഷാണ്. വേറെ ഒന്നുമല്ല, തന്തൂരി ഗ്രിൽഡ് ചിക്കൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ റെസിപ്പി പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. കാരണം UAE ഇപ്പോൾ വിൻ്റർ സീസണാണ്. ഈ സമയത്താണ് നമ്മൾ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മളൊരു ഗെറ്റ് ടുഗെദറൊക്കെ ആക്കുന്ന ഒരു സമയമാണിത്. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടൊരു വെറൈറ്റി ആയിട്ട് ഒരു ഗ്രിൽഡ് ചിക്കൻ റെസിപ്പിയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ്, ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ റെസിപ്പീസ് എന്തൊക്കെയാണെന്നുള്ളത്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നാടൻ ചിക്കനാണ്. നല്ല നാടൻ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി, സവാള, ഇഞ്ചി, ചെറുനാരങ്ങ, റെഡ് ക്യാപ്സിക്കം, വെളുത്തുള്ളി, അതിനോടൊപ്പം തന്നെ മുളക് പൊടി, ടൊമാറ്റോ പേസ്റ്റ്, തന്തൂരി മസാല, ഫ്രഷ് ക്രീം, ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും. ഇത്രയൊക്കെയാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഒരു സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഡിഷ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ മിക്സിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചുവന്നുള്ളി, അതിനോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഹാഫ് പീസ് റെഡ് ക്യാപ്സിക്കം, രണ്ട് ചെറിയ മീഡിയം സൈസ് സവാള, ഇവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. ആ ക്രഷ്ഡ് പേസ്റ്റ് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച നമ്മളുടെ നാടൻ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ക്രഷ് ചെയ്ത മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, 1 ടീസ്പൂൺ ഫ്രഷ് ക്രീം, 3 ടീസ്പൂൺ തന്തൂരി മസാല, ഇതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ ഈ തന്തൂരി ഗ്രിൽഡ് ചിക്കന്. ഇനി നമുക്കിതിലോട്ട് ഒരു ലെമണിൻ്റെ ജ്യൂസും ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ പാർട്സിലും നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ ഗ്രിൽഡ് ചിക്കന് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ.
നമ്മളുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനോട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ തന്തൂരി ഗ്രിൽ ചിക്കനോട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഹമ്മൂസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. യമ്മി ഡിലീഷ്യസ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ആദ്യത്തെ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീണ്ടും ഒരു കിടിലൻ ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ, സീ യു.